നിങ്ങൾ എത്ര വലിയ സ്വപ്നമാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങളുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നില്ല. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെയെല്ലാം നേടിയെടുക്കുവാൻ നിങ്ങൾ എന്ത് പദ്ധതിയാണ് മെനയുന്നത് എന്നതനുസരിച്ചാണ് നിങ്ങളുടെ വിജയവും പ്രശസ്തിയും നിർണയിക്കുന്നത്. തൻ്റെ സാഹചര്യങ്ങളെയും തൻ്റെ കഴിവിനെയും കുറിച്ച് യാതൊരു വിവേകവുമില്ലാതെ സ്വപ്നങ്ങൾ മാത്രം കണ്ടു ജീവിക്കുന്നവർ വാസ്തവത്തിൽ മൂഢന്മാരാണ്. വലിയ സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ വലിയതെന്തോ നേടിയെടുക്കാനാകുമെന്ന മിഥ്യാബോധം അവരെ വേട്ടയാടുന്നു. വാസ്തവത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ മാത്രമല്ല, വലിയ പ്രയത്നങ്ങൾ ചെയ്യുവാൻ തയ്യാറായൊരു മനസ്സുള്ളതിലാണ് കാര്യം. ഇതിനെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. സ്വപ്നങ്ങൾ കാണുവാൻ ഏതൊരു മൂഢനും സാധിക്കും. എന്നാൽ കൃത്യമായ സ്വപ്നങ്ങൾ കാണുകയും അവ നേടിയെടുക്കുവാനുള്ള പദ്ധതികൾ മെനയുകയും ചെയ്യുന്നവരാണ് വാസ്തവത്തിൽ ശക്തിശാലിയായ വ്യക്തികൾ. ജീവിതത്തിൽ വിജയം നേടിയെടുക്കുന്നതിൻ്റെ മൂലമന്ത്രം എന്തെന്നാൽ ശക്തമായൊരാഗ്രഹം ജനിപ്പിക്കുക. ആ ആഗ്രഹത്തെ ഞാൻ നേടിയെടുക്കുവാൻ വേണ്ടി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വ്യക്തമായി ചിന്തിക്കുക. അതിനുശേഷം കൃത്യമായ പദ്ധതികളോടുകൂടി നടപടികളിലേക്ക് ഇറങ്ങുക. നടപടിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സ്വപ്നവും നിങ്ങൾ കാണുവാതിരിക്കുക. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യത്തെ നേടിയെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുന്നതിനിടയിൽ ഒരു ഘട്ടത്തിലും നിങ്ങളുടെ മനസ്സ് തളരാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേർത്തുവാൻ ആരും നിങ്ങളെ സഹായിക്കുന്നതല്ല. ഞാനൊരു സ്വപ്നം കാണുകയും ആ സ്വപ്നം നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ മാർഗമെല്ലാം സുന്ദരമായ പുഷ്പങ്ങളാൽ അലങ്കൃതമായിരിക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക. മുള്ളുകൾ നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുവാനും മനസ്സുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സ്വപ്നങ്ങൾ കാണുവാൻ പോലും അർഹതയുള്ളൂ. ജീവിതത്തിലെ ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനുള്ള യാത്രയിൽ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു നിൽക്കുമ്പോൾ എങ്ങനെ ഞാനതിനെ മറികടക്കും എന്ന് വ്യാകുലപ്പെടാതിരിക്കുക. കേവലം മറികടക്കുവാനുള്ള ആശയങ്ങൾ രചിക്കുക. എന്നാൽ എങ്ങനെ എന്ന ചോദ്യത്തിനേക്കാൾ വളരെ പ്രസക്തമാണ് എന്തിന് ഞാൻ ഈ പ്രതിസന്ധിയെ മറികടക്കണമെന്നുള്ളത്. ഞാൻ എന്തിനിത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ എങ്ങനെ ഞാനിത് ചെയ്യുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്വയം തന്നെ മനസ്സിൽ നിന്നും ഉയർന്നു വരുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം തന്നെ ശരിയല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ കൃത്യമായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുവാൻ ആദ്യം പഠിക്കും. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയെല്ലാം ആകുന്നു എന്ന് ചോദിക്കാതെ എന്തുകൊണ്ട് ഞാൻ ഇതെല്ലാം നേടിയെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് ചോദിക്കൂ. എനിക്കെങ്ങനെ ഇത് സാധിക്കുമെന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ഇപ്രകാരമെല്ലാം പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ജീവിതത്തിൽ ചെറിയൊരു സഫലതയെങ്കിലും നേടിക്കഴിഞ്ഞാൽ ആ സഫലതയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കൂ. എന്നാൽ പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തി നിശ്ചയമായും പഠിച്ചിരിക്കേണ്ട ഒരു പാഠമുണ്ട്. അതെന്താണെന്നാൽ എത്രയധികം നേട്ടങ്ങൾ നിങ്ങൾ കൊയ്യുന്നു എന്നതിലുപരി നേടിയ നേട്ടങ്ങളെയെല്ലാം നിലനിർത്തുവാനുള്ള ശക്തി എത്രത്തോളം നിങ്ങളിലുണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. അതൊരു വസ്തുവിനെ നേടുകയാണെങ്കിലും വ്യക്തിയെ നേടുകയാണെങ്കിലും ശരി, നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സാമർഥ്യം കൊണ്ട് മാത്രമായിരിക്കുകയില്ല, അത് നിങ്ങളുടെ ഭാഗ്യം തുറക്കപ്പെട്ട ഒരു നിമിഷമായതുകൊണ്ടുകൂടിയായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ സാധിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണെങ്കിൽ അവയെ നിലനിർത്തുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടായിരിക്കും. അവ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നത് നിങ്ങളുടെ കഴിവുകേടുകൊണ്ടുമായിരിക്കും. അതിനാൽ നേടുക, നിലനിർത്തുക, നഷ്ടപ്പെടുത്താതെ ഇരിക്കുക, ഈ 3 കാര്യങ്ങളിൽ വ്യക്തമായ ജാഗ്രതയുള്ളവന് മാത്രമേ വീണ്ടും വീണ്ടും പുരോഗമനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ജീവിതത്തിന്റെ വിജയത്തിന് മാധുര്യം കൂടണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ എത്രയധികം പരിശ്രമിച്ചുകൊണ്ടാണോ നിങ്ങളുടെ വിജയം നേടുന്നത്, അത്രയധികം നിങ്ങളുടെ വിജയത്തിന് മാധുര്യം കൂടുന്നതാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് കഠിനത കുറവാണെങ്കിൽ നിങ്ങൾ നേടുന്ന വിജയത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മനസ്സ് ചെറുതാക്കി ചിത്രീകരിക്കുന്നതാണ്.
അതുകൊണ്ട് കഠിനമായ പാതകൾ താണ്ടുന്നതിന് ഒരിക്കലും വൈമനസ്യം കാണിക്കാതിരിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ പ്രപഞ്ചത്തിന്റെ നീതി എന്തെന്നാൽ ആരാണോ ഇരയെറിയുവാൻ തയ്യാറാകുന്നത് അവനുള്ളതാണ് മത്സ്യം. അതുപോലെ ആരാണോ തൻ്റെ ശരീരവും മനസ്സും സകലതും ഉപയോഗിച്ച് പ്രയത്നിക്കുവാൻ തയ്യാറാകുന്നത് അവർക്കുള്ളതാണ് വിജയം. വിജയം പ്രപഞ്ചം നിങ്ങൾക്ക് ഔദാര്യമായി നൽകുന്നതല്ല. വിജയം അനുഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതുമല്ല. വിജയം പ്രയത്നത്തിന്റെ പ്രത്യക്ഷമായ പ്രമാണമാണ്. അതുകൊണ്ട് പ്രയത്നിക്കുവാൻ അലസനായൊരു വ്യക്തിക്ക് വിജയിക്കുവാൻ അർഹതയില്ല. ഈ കാര്യം മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ടതാണ്.